ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരനെ കണ്ടു. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും ഒരുമിച്ച് പഠിച്ച എൻ്റെ കൂട്ടുകാരനെ കുറേ കാലത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് കണ്ടു. അപ്പോൾ ഈ ആഴ്ച തന്നെ വീണ്ടും കാണണം, കുറേ സംസാരിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഒരു 2 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. ഇന്നലെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വളരെ ലൈഫിലൊക്കെ ഭയങ്കര ധൈര്യം തരുമെന്നൊക്കെ. പക്ഷേ ഈ കൂട്ടുകാരൻ എനിക്ക് നല്ല സ്നേഹമുണ്ടായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, ചെറിയ 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലൊക്കെ കേട്ടാ. പക്ഷേ ഞാൻ അവനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല, കണക്ട് ചെയ്യാൻ ശ്രമിച്ചില്ല. മാളിൽ ഞാനും എൻ്റെ വൈഫും നടന്നു പോകുമ്പോൾ ദൂരെ നിന്ന് അവൻ കണ്ടപ്പോൾ അവനെന്നെ തിരിച്ചറിഞ്ഞു, അങ്ങനെ സംസാരിക്കാൻ വന്നതാണ്. പക്ഷെ കുറേ നേരം സംസാരിച്ചപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം. പിന്നെ ഞങ്ങൾ ഒരു പ്രായക്കാരാണല്ലോ, അപ്പോൾ നമ്മുടെ ലൈഫിലെ ചാലഞ്ചസും സ്ട്രഗിൾസൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ മനസ്സിലായി നമ്മളൊക്കെ ഒരേ പ്രശ്നങ്ങളിലൂടെ, ഒരേ ചാലഞ്ചസിലൂടെ, ഒരേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ കാണുക, ഇടയ്ക്ക് അവരെ കാണുമ്പോൾ നമ്മൾ പൊങ്ങച്ചം പറയാതെ ഞാനവിടെ എത്തി, അവിടെ ജോലി, അത് മേടിച്ചു, ഇത് മേടിച്ചു, അവിടെ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് ഒരു 30 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ സംസാരിക്കുക. അതല്ലാതെ നിങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച്, നിങ്ങളുടെ കൂട്ടുകാരെക്കുറിച്ച്, നിങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെക്കുറിച്ച് ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഫീലിങ്ങിനാണ് ലൈഫിലൊരു മീനിങ് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് വി ക്യാൻ ബി പ്രൗഡ് അബൌട്ട് ഇറ്റ്. പക്ഷെ ലൈഫിൽ നമുക്ക് അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഫീലിങ്സിലൊന്നാണ് സൗഹൃദങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളുടെ പാരൻസുമായിട്ടുള്ള നിമിഷങ്ങൾ. ഇതെല്ലാം നമ്മൾ ഒരുപാട് സന്തോഷവാന്മാരാക്കും. പക്ഷേ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ, ഈ തിരക്കുകൾക്കിടയിൽ നമുക്ക് പലപ്പോഴും അതിന് സമയം കണ്ടെത്താറില്ല. ഇന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു, ഇന്ന് ബുധനാഴ്ചയാണ്. എന്നാലും എൻ്റെ ജോലി കഴിഞ്ഞ് കുറച്ച് സമയം അവനോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചതിൽ ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. അപ്പോൾ നിങ്ങളോടും, നിങ്ങൾക്ക് കുറേ കാലം ആയിട്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എന്നാൽ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടുകാരിയുണ്ടോ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് വിളിച്ച് പോയി കാണുക. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. അപ്പോൾ പറയും, ഏത് കൂട്ടുകാരനെയാണ്, ഏത് കൂട്ടുകാരിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്?